ഹലോ നമസ്കാരം. റൈറ്റ് ചോയ്സിൻ്റെ വിദേശ പഠനത്തിൽ എങ്ങനെ കോഴ്സ് തിരഞ്ഞെടുക്കണം, എങ്ങനെ കൺട്രി തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ അടുത്ത വീഡിയോയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാനഡ, ഫ്രാൻസ് എന്ന ഈ ഒരു രണ്ട് കൺട്രിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യത്തിൽ വിവാദമായിട്ട് നിൽക്കുന്ന കാനഡയെക്കുറിച്ച് ആണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കാനഡയിൽ ഇപ്പോൾ പുതിയ വിസ ചേഞ്ചസ് ഒക്കെ സ്റ്റഡി വിസയുടെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇനിയിപ്പോൾ സ്റ്റേ ബാക്ക് കിട്ടണമെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്റ്റേ ബാക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജൊക്കെ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് കോളേജസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാനഡയുടെ സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റേ ബാക്കിനെ കുറിച്ച് കൂടുതൽ വീഡിയോയുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് നമ്മൾ കോഴ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. ഡിപ്ലോമ പ്രോഗ്രാംസ്, ബേസിക് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, ബാച്ചിലർ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ PG ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, ബാച്ചിലർ കോഴ്സസ് ഉണ്ട്, PG പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് 1 ഇയർ മുതൽ 4 ഇയേഴ്സ് വരെയുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഡിപ്ലോമ പ്രോഗ്രാംസും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്, ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇത്രയും ഈ ഒരു കാലയളവിൽ അവൈലബിൾ ആണ്. ബാച്ചിലർ പ്രോഗ്രാംസ് ഒക്കെ നോർമലി 3 ഇയേഴ്സൊക്കെയാണ് ബാച്ചിലർ പ്രോഗ്രാംസ് വരുന്നത്. മാസ്റ്റർ പ്രോഗ്രാംസ് 1 ഇയർ മാസ്റ്റർ പ്രോഗ്രാംസും ഉണ്ട്, 2 ഇയർ മാസ്റ്റർ പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കാനഡയിലെ കോഴ്സസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫ്രഞ്ചിൻ്റെ ഏതെങ്കിലും കോഴ്സസ് ഒക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ കാനഡയിൽ ഇപ്പോൾ ഫ്രഞ്ച് കോഴ്സസിന് വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ്. ഇപ്പോൾ IRCCയുടെ പുതിയ ലിസ്റ്റ് വന്നതിനകത്തും ഈ ഫ്രഞ്ച് റിലേറ്റഡ് കോഴ്സ് പഠിക്കുന്നവർക്ക് PR പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് STEM കോഴ്സസ്, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ് റിലേറ്റഡ് കോഴ്സസിനും നല്ല ചാൻസസ് ഉണ്ട്. IRCCയുടെ പുതിയ എക്സ്പ്രസ് എൻട്രിയുടെ സ്കോർ വന്നിരിക്കുന്നതിനകത്ത് ഈ STEM കോഴ്സസ് പഠിക്കുന്ന ആൾക്കാർക്ക് കുറഞ്ഞ സ്കോർ, അതായത് ഏകദേശം 490 എബവ് സ്കോർ ഉള്ളവർക്കൊക്കെ PR-ലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ STEM കോഴ്സസ്, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ് കോഴ്സസിന് ഒക്കെ നല്ല ചാൻസസ് ആണ് കാനഡയിലുള്ളത്. അടുത്തതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ, നഴ്സിംഗ് പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. ഡിപ്ലോമ നഴ്സിംഗ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നഴ്സസ് ആകാനായിട്ടുള്ള ബാച്ചിലർ പ്രോഗ്രാംസ് ഒക്കെ നഴ്സിംഗ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. അപ്പോൾ കാനഡയിൽ സെറ്റിൽ ആകാനായിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ സെറ്റിൽ ആകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നഴ്സിംഗ് പ്രോഗ്രാം ഒരു കുറഞ്ഞ ചിലവിൽ എടുക്കാനാണ് ആഗ്രഹമെങ്കിൽ കാനഡ ഒരു നല്ല ഓപ്ഷനാണ്. കാരണം ഫീസ് കുറവാണ്. ഓസ്ട്രേലിയ, അയർലൻഡ് അത്രയും ഒരു ഫീസ് ആകുന്നില്ല കാനഡയിൽ നമുക്ക് നഴ്സിംഗ് പ്രോഗ്രാംസ് പഠിക്കുന്നതിന്. ഒരു 9 lakh മുതൽ 10 lakh പെർ ഇയർ ഫീസിൽ നമുക്ക് നഴ്സിംഗ് പ്രോഗ്രാംസ് പഠിക്കാനായിട്ട് പറ്റും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് അത് PR-ലോട്ട് പോയില്ല. അതുപോലെ വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടെ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കുന്നതിനും സ്റ്റേ ബാക്ക് അല്ല, നമുക്ക് PR പെട്ടെന്ന് കിട്ടാനായിട്ട് എളുപ്പമാണ് കാനഡയിൽ. അപ്പോൾ ഇത്രയാണ് കാനഡയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം നമ്മൾ ഇനിയും കാനഡയിൽ പഠിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്കിന് ഉള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 1 ഇയർ മുതൽ മുകളിലോട്ട് 3 ഇയർ വരെ സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. 2 ഇയർ കോഴ്സോ 2 ഇയറിന് മുകളിലോട്ടുള്ള ഏത് കോഴ്സ് എടുത്താലും 3 ഇയർ വരെ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. അതുപോലെ തന്നെ 1 ഇയർ കോഴ്സസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ തന്നെ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റേ ബാക്കിൻ്റെ ഇതിൽ വരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പബ്ലിക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കാതിരിക്കുക, സ്റ്റേ ബാക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ പബ്ലിക് കോളേജസ് തിരഞ്ഞെടുക്കുമ്പോൾ PR-ലോട്ട് പെട്ടെന്ന് ലീഡ് ചെയ്യുന്ന പ്രൊവിൻസസ് തിരഞ്ഞെടുക്കുക. ഇപ്പം അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസിൻ്റെയും റിക്വയർമെൻറ്റ്സ് പലതാണ്. അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലാണെങ്കിൽ 6 മാസം ഫുൾ ടൈം ജോബിൽ വർക്ക് ചെയ്യുന്നവർക്ക് PR-ലോട്ട് ലീഡ് ചെയ്യും. പക്ഷേ വേറെ ഒരു പ്രൊവിൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലതിൽ 1 ഇയർ ഫുൾ ടൈം വർക്ക് ചെയ്യണം, ചിലതിൽ 2 ഇയർ ഫുൾ ടൈം വർക്ക് ചെയ്യണം, എന്നാലേ PR-ലോട്ട് ലീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കാനഡയിൽ കോഴ്സും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്ക് കിട്ടുന്ന PR, നമുക്ക് കിട്ടുന്ന സ്റ്റേ ബാക്ക്, കാനഡയിൽ ട്രെൻഡിങ് ആയിട്ട് പെട്ടെന്ന് PR-ലോട്ട് നയിക്കുന്ന കോഴ്സസ്, ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കാനഡയിലോട്ട് നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ കാനഡയിൽ ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ അടുത്ത എപ്പിസോഡ്സിൽ ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിനെ കുറിച്ചാണ്.
ഫ്രാൻസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് പ്രോഗ്രാമും മാസ്റ്റേഴ്സ് പ്രോഗ്രാമും ആണുള്ളത്. 1 ഇയർ മുതൽ 4 ഇയേഴ്സ് വരെയുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഫ്രാൻസിൽ നമുക്കുള്ള സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിന് 1 ഇയർ സ്റ്റേ ബാക്കും, അത് കിട്ടണമെങ്കിൽ നമുക്ക് ഫുൾ ടൈം ജോബിലോട്ട് ഒരു ഓഫർ ലെറ്റർ, പഠിത്തം കഴിയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് നോക്കണം ബാച്ചിലേഴ്സ് കഴിയുന്നവർക്ക്. മാസ്റ്റേഴ്സ് കഴിയുന്നവർക്ക് 2 ഇയർ വരെ സ്റ്റേ ബാക്ക് ഉണ്ട്. അതുപോലെ ഫ്രാൻസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ്ങിന് ഏറ്റവും പറ്റിയ ഒരു കൺട്രിയാണ് ഫ്രാൻസ്. അതുപോലെ തന്നെ കളിനറി ആർട്സ്, അതായത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സസ്, ഇതിനൊക്കെയും ഫ്രാൻസ് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഫ്രാൻസിൽ മറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രോഗ്രാംസും കുഴപ്പമില്ല, ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇത്രയും കോഴ്സസാണ് മെയിനായിട്ട് ഫ്രാൻസിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രാൻസിൽ പോകുന്ന ആൾക്കാർ ഫ്രഞ്ചും കൂടെ അല്പം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അവരുടെ ഒരു മെയിൻ ലാംഗ്വേജ് തന്നെ ഫ്രഞ്ചാണ്, ഇംഗ്ലീഷ് അല്ല. അപ്പോൾ നമുക്ക് പാർട്ട് ടൈം വർക്ക് ഓപ്ഷൻ ഉണ്ട്. ഒരു വർഷം 964 മണിക്കൂർ, 964 അവേഴ്സ് ഒരു ഇയറിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഫ്രാൻസിലുണ്ട്. പാർട്ട് ടൈം വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ പാർട്ട് ടൈം വർക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രഞ്ചും കൂടെ അറിഞ്ഞിരുന്നാലേ നല്ലൊരു പാർട്ട് ടൈം വർക്ക്, നമ്മൾ പഠിച്ച ഏരിയയിൽ തന്നെ പാർട്ട് ടൈം വർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് അങ്ങനെയുള്ള ഒരു പാർട്ട് ടൈം വർക്കിലോട്ടേ നമുക്ക് ഫ്രാൻസിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്റ്റഡി അബ്രോഡിനെ കുറിച്ച്, മൈഗ്രേഷനെ കുറിച്ച്, അതുപോലെ തന്നെ ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.